പുറത്തു നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി പോരാടുകയാണ്. കോൺഗ്രസിലെ നേതാക്കന്മാർക്ക്, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പോഴൊക്കെ ഇടപെടുകയും പിണറായി വിജയനെ മുഖത്ത് നോക്കിയടോ പിണറായി വിജയ എന്ന് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് വിളിച്ച രാഹുൽ മാങ്കൂട്ടം ഇന്നും ഇപ്പോഴും അതേപോലെ ഓരോ കാര്യങ്ങളിലും പിണറായി വിജയന് നേരെ കൈവിരൽ ചൂണ്ടുകയാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം നേരത്തെ ഹാഷ്മിയുമായ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എന്നെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി, ശരി തന്നെ. പക്ഷേ എന്നിലെ കോൺഗ്രസ്സുകാരനെ പുറത്താക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പുറത്താക്കിയാലും ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒരുപാട് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വിമത സ്ഥാനാർത്ഥികൾ വന്നു അല്ലെ? സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന് പേരിൽ എത്ര കലഹങ്ങൾ, എത്ര പൊട്ടലും ചീറ്റലും നടന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വളരെ മാന്യനായി. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നോ. സ്വതന്ത്രനായി പോലും മത്സരിക്കാതെ രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുകയാണ്. അത്രമാത്രം പാർട്ടിയോട് കൂറു പുലർത്തുന്ന, പാർട്ടിയോട് സ്നേഹമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അപ്പോഴും തകർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് ഉള്ളിലുള്ളൊരു വിഭാഗവും ഈ CPM-ലെ നേതൃത്വവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പരാതിക്കാരികൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും സുപ്രീം കോടതി പറയുന്നു ശരി, നിങ്ങളുടെ ഈ പരാതികളൊന്നും അങ്ങനെ കണക്കിലെടുക്കാൻ പറ്റില്ല, അതിലൊരു കഴമ്പുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി കൊടുത്ത മുൻകൂർ ജാമ്യം നിലനിൽക്കും എന്ന് പറയുമ്പോഴാണ് ഫെനി നൈനാൻ പറയുന്നത് ഇനി അങ്ങോട്ട് സത്യം ജയിക്കുന്ന ദിവസങ്ങളാണ്. സുപ്രീം കോടതി പോലും രാഹുൽ മാങ്കൂട്ടത്തിന് നീതി നൽകിയിരിക്കുന്നു. രാഹുലിന്റെ പക്ഷത്താണ്, പരാതിക്കാരികളുടെ പക്ഷത്തല്ല. പരാതിക്കാരികൾ പറഞ്ഞത് സുപ്രീം കോടതി കേട്ടിട്ടില്ല. ആ പരാതി ഫയലിൽ പോലും സ്വീകരിക്കാതെ കളഞ്ഞു. ഞെട്ടിക്കുന്ന